മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതി വേഗം കാണും, മൽപ്രേമകാന്തനെ കാണും. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതി വേഗം കാണും, മൽപ്രേമകാന്തനെ കാണും. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തെ ദൈവം നൽകി തരുന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ആഴ്ച ഇവിടെ തന്നെ ഒന്നാം ദിവസം നാം നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാവം വായിക്കുന്നു. 31 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പി. ഭക്തനായ ദാവീദിൻ്റെ അനുഗ്രഹീതമായ വാക്കുകളാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ കൂടി സ്വയിപ്പാൻ നമ്മുടെയായിത്തീരുന്നത്. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. 31 സങ്കീർത്തനം ആരംഭിക്കുന്നത് യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൽ ശരണമാക്കുന്ന ഒരു ഭക്തന് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന കാര്യമുണ്ട്: എനിക്കെൻ്റെ ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയും. ഇന്ന് പ്രഭാതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവനോടുള്ള അമിതമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതിന് അടിസ്ഥാനമായി ദാവീദ് ഈ സങ്കീർത്തനത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവയിൽ ചിലത് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം 5 വാക്യത്തിൻ്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്. വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഒരു ഭക്തന് ദൈവത്തെ സ്നേഹിക്കുവാൻ കാരണമായി തീരുന്ന ഒന്നാമത്തെ കാര്യം ദൈവം നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഈ പാപം നിറഞ്ഞ ദുഷ്ടം നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ കർത്താവിനാൽ നമുക്ക് പ്രാപിച്ച ആ വീണ്ടെടുപ്പ് എന്നുള്ളത്. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്ന നമ്മുടെ ജീവിതത്തെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു ഇരുന്നവരായ നമ്മെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെങ്കിലേക്ക് അടുത്ത് കിടന്ന് യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് സ്നേഹിച്ചു നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരിക്കലും നമുക്ക് ഈ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ നാം യോഗ്യരല്ല. കാരണം നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എന്ന് സങ്കീർത്തനം നാം വായിക്കുന്നുണ്ട്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിന് വില കൊടുപ്പാനോ ആർക്കും ഒരു നാളും കഴിയാതിരുന്നപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ വിലയേറിയ കൃപയാൽ കരുണയാൽ നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ ആയിത്തീർന്നു. സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജീവൻ നമുക്ക് പകരമായി മറുവിലയായി നൽകി അവൻ നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായിത്തീർന്നു. ആ വിലയേറിയ വീണ്ടെടുപ്പ് നമുക്ക് പ്രാപിപ്പാൻ നമ്മുടെ ആയിത്തീർന്നു. ഇന്ന് പ്രഭാതത്ത് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നതാണ്, നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയുന്നതാണ്: കർത്താവേ നീ എന്നെ വീണ്ടെടുപ്പാൻ നമ്മുടെ ആയിത്തീർന്നല്ലോ. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ എന്ന് ഭക്തൻ ഓർപ്പിക്കുമ്പോൾ അവരെ നമുക്കും പറയുവാൻ കഴിയും: എൻ്റെ ദൈവമേ നീ എന്നെ വീണ്ടെടുത്തതുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമുക്കും ഈ പ്രഭാതത്തിൽ പറയാം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 7 വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ അരിഷ്ടതയെ കണ്ട്
എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ടു, എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മുടെ സങ്കടങ്ങളെ എല്ലാം അറിയുന്ന ആരുമുണ്ടാകുകയില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതരോ നമ്മുടെ ഭാര്യയോ കുഞ്ഞുങ്ങളോ മക്കളോ ആർക്കും ഒരുപക്ഷെ നമ്മുടെ പ്രാണസങ്കടങ്ങളെ അറിയുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ സർവശക്തനായ ദൈവം നമ്മുടെ പ്രാണസങ്കടങ്ങളെ അറിയുന്നവനാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടു എന്ന ചോദ്യമായി സമീപത്തേക്ക് അടുത്ത് കടന്നു വരുന്നതാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൻ്റെ അരിഷ്ടതയെ കണ്ടു. നമുക്കറിയാം, തിരുവെഴുന്ന വായിക്കുമ്പോൾ 38 വർഷം ആ കുളക്കരയിൽ സൗഖ്യം പ്രാപിക്കുവാൻ കാത്തുകിടന്നൊരു മനുഷ്യൻ്റെ ചരിത്രം സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവനെക്കുറിച്ച് നന്നായി അറിഞ്ഞ കർത്താവ്, അവൻ്റെ ഹൃദയത്തിൻ്റെ ആവശ്യം എന്താണ്, നിനക്ക് സൗഖ്യം പ്രാപിപ്പാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. വെച്ചാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ് എന്നുള്ളത് കർത്താവ് ആരാഞ്ഞ് അറിയുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രാണസങ്കടങ്ങൾ എന്താണോ അവയെല്ലാം അറിഞ്ഞ് ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദിയോടുകൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആരാധിക്കാം. വിശ്വസ്ത ദൈവമായ യഹോവയെ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അതേ സങ്കീർത്തനക്കാരൻ ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തെ താൻ വെളിപ്പെടുത്തിയാണ്. മൂന്നാമത്തെ കാര്യം, 8-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ഓരോ ഭക്തനെയും, ദൈവത്തിൻ്റെ ഓരോ പൈതലിനെയും ഓരോ ദിവസവുമല്ല ഓരോ നിമിഷവും കർത്താവ് അത്ഭുതകരമായിട്ട് ഈ ഭൂമിയിൽ പരിപാലിക്കുകയാണ്. ശത്രു നമ്മെ തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കി തീർക്കുവാൻ പലപ്പോഴും അതേ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം വായിക്കുന്ന നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയിൽ നിന്നൊക്കെ യഹോവ വിടുവിക്കുന്നു എന്ന് തിരുവനന്തപുരം വായിക്കുന്നുണ്ട്. പത്രോസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: നിന്നെ പാറ്റിക്കളയേണ്ടതിന് ശത്രു എന്നോട് അനുവാദം ചോദിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളിതാണ്. ശത്രു ഓരോ നിമിഷവും തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ബലമുള്ള കരങ്ങളിൽ അവരെ സംരക്ഷിക്കുകയാണ്. ദൈവിക സംരക്ഷണത്തിൽ അവരെ ദൈവം സൂക്ഷിക്കുകയാണ്. നമുക്കും ദൈവമുമ്പാകെ യഹോവയുടെ സകല വിശുദ്ധന്മാരുമുള്ള അവനെ സ്നേഹിപ്പിന് ദാവീദിനോട് ചേർന്ന് ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ, നന്ദിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. 4-ാമത്തെ കാര്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 19-ാം വാക്യം നാം വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചിരിക്കുന്നത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലുതാകുന്നു. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു. ദൈവിക കരുതലുകൾ ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളുടെ ബന്ധം എത്രയോ ശ്രേഷ്ഠമായിട്ട് അവ നമ്മെ പുലർത്തുവാൻ കൊണ്ട് നമ്മുടെ ആയിത്തീർന്നു. ഈ പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങളിൽ, ഈ പ്രശ്നസങ്കീർണമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവ് എത്രയോ അത്ഭുതകരമായി ഈ ഭൂമിയെ നമ്മെ വഴി നടത്തുന്നു. അവൻ നമുക്ക് വേണ്ടി സംഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് അതത് സമയങ്ങളിൽ നമുക്ക് വേണ്ടി സകലവും നൽകി തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഈ ഭൂമിയിൽ സംഗ്രഹിച്ചു വെച്ച് ഓരോ ദിവസവും ഏറ്റവും ശ്രേഷ്ഠമായി പുലർത്തുന്നോർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയുടെ സകല വിശുദ്ധരുമാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ കർത്താവിന് സകല സ്തുതി സ്തോത്രവും ബഹുമാനം അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ജീവിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് ധാരാളമായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.